വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ RRB NTPCക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ്. ഓപ്ഷൻസ് വാട്ട്, കലോറി, കിലോ വാട്ട് അവർ, ജൂൾ എന്നുള്ളതാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി കിലോ വാട്ട് അവർ ആണോ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? കിലോ വാട്ട് അവർ ആണ്. അപ്പം 1 കിലോ വാട്ട് അവർ, 1 കിലോ വാട്ട് അവർ, 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാല് 1000 വാട്ടാണ് ഇൻറ്റു 1 അവർ ആണ്. ദാറ്റ് മീൻസ് 1000 ഇൻറ്റു 3600. 1 അവർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് ഇൻറ്റു 60 സെക്കൻഡ്, സെക്കൻഡിലോട്ട് മാറ്റി നമ്മൾ. അപ്പോൾ നമുക്കിത് 3.6 ഇൻറ്റു 10⁻6 ജൂൾ എന്ന് കൺവേർട്ട് ചെയ്യാം. 3.5 ഇൻറ്റു 10⁻6 ജൂൾ എന്ന് കൺവേർട്ട് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അപ്പം കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ആണെന്ന് പറയുന്നത് കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. പവറിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് വാട്ട് എന്ന് പറയുന്നത്. എനർജിയുടെയും വർക്കിന്റെയും യൂണിറ്റ് ആണ് എന്ത്? ജൂൾ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇത് എനർജിയുടെയും വർക്കിന്റെയും യൂണിറ്റ് ജൂൾ ആണ്. അതുപോലെ പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. ഇത് നമുക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്താണ്? വോൾട്ട് ആംപിയർ ആണ്. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണ്? വോൾട്ട് ആംപിയർ ആണ്. അപ്പൊ V എന്ന് വെച്ചാൽ എന്താണ്? I ഇൻറ്റു R ആണ്. അപ്പം എന്ന് വെച്ചാൽ എന്താണ്? V/I ആണ്. അപ്പം SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്, SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വോൾട്ട് ആംപിയർ ആണ്. അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് എ യൂണിറ്റ് ഓഫ് വോൾട്ട് പെർ ആംപിയർ എന്താണ്? റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് വോൾട്ട് പെർ ആംപിയർ യൂണിറ്റ് ഉള്ളത്. വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് പറയുന്നത്. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. കറണ്ട് ആണ്, I ആണ്, V/R. ഇതൊരു ചാർജ് Q എന്താണ്? ചാർജ് Q എന്ന് പറയുന്നത് കറണ്ട് ബൈ എന്താണ്? കറണ്ട് ബൈ ടൈം ആണ്. കറണ്ട് ബൈ ടൈം ആണ്. അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണ്? യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓം ആണ്. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണ്? ഓം ആണ്. SI യൂണിറ്റ് ഓഫ് ഇൻഡ്യൂസ്ഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇൻഡ്യൂസ്ഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ എന്ന് പറയുന്നത് എന്താണ്? വോൾട്ട് ആണ്. SI യൂണിറ്റ് ഓഫ് ഇൻഡ്യൂസ്ഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? വോൾട്ട്. അടുത്ത SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് മോ മീറ്റർ ആണ്. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? മോ മീറ്റർ ആണ്. ന്യൂട്ടൺ ഈസ് എ യൂണിറ്റ് ടു മെഷർ. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ആണ്. ന്യൂട്ടൺ ഈസ് എ യൂണിറ്റ് ടു മെഷർ ഫോഴ്സ്. SI യൂണിറ്റ് ഓഫ് സൗണ്ട് വേവ് ഫ്രീക്വൻസി വാസ് നെയ്മഡ് ഇൻ ഓണർ ഓഫ് വിച്ച് ഫിസിസ്റ്റ്? ഏത് ഫിസിസ്റ്റിന്റെ പേരിലാണ് നമ്മൾ SI യൂണിറ്റ് ഓഫ് സൗണ്ട് വേവ് ഫ്രീക്വൻസി പറയുന്നത്? ഹെൻറിച്ച് റുഡോൾഫ് ഹെർട്സിന്റെ സ്മരണാർത്ഥമാണ്. അദ്ദേഹത്തെ
19th സെഞ്ചുറിയിലൊക്കെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. 1920 ഈ ഹെർട്സ് എന്ന് പറയുന്ന പേര് നമ്മൾ കൊടുത്തത്. ഹെർട്സ് എന്ന പേര് കൊടുത്ത 1920. അടുത്തത് ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്ട് ഈസ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വർക്ക് എന്ന് പറയുമ്പോ ഏതാണ്? യൂണിറ്റ് ഓഫ് വർക്ക്. വർക്കിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ് ഇവിടെ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണോ? കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് സ്ക്വയർ ആണോ? ഇപ്പൊ W എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് കോസ് തീറ്റയാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ദ ഫോഴ്സും ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. അപ്പം SI യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ്. ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ ഉണ്ട്, ജൂള് ജെ ഉണ്ട്. അതല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് സ്ക്വയർ ഉണ്ട്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് സ്ക്വയർ ഉണ്ട്. CGS യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? CGS യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് എർഗ് ആണ്. എർഗ്. അതുപോലെ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എർഗും എല്ലാം ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? അതായത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറയുന്നത് MA എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഫോഴ്സിന്റെ ഏത് ടൈപ്പാണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഫോഴ്സ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ളതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമുക്ക് വേറെ ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.